ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവും. ശ്ലോകം 9. സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി തഥേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ഭൂത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപ ശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദഥേ ശിലാഭിഃ ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ഭൂത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ചോരപാലായിത വല്ലവേഷു കള്ളന്മാരും രക്ഷകന്മാരുമായി കളിക്കുന്ന ഗോപന്മാരിൽ സ അവൻ ചോരായിത കള്ളനായിത്തീർന്നു ഗോപശിശൂൻ ഗോപശിശുക്കളെ പശൂൻ ച പശുക്കളെയും ഗുഹാസു ഗുഹകളിൽ കൃത്വ ഒളിപ്പിച്ചിട്ട് ശിലാഭി കല്ലുകൾ കൊണ്ട് പിദഥേ ഗുഹാമുഖം അടച്ചു ത്വയാ അങ്ങയാൽ ബുദ്ധ്വ അതറിഞ്ഞിട്ട് പരിമർദിത ച മർദ്ദിക്കപ്പെടുകയും അഭൂത് ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ ചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ, ദീർഘം. പിദഥേ പിദഥേ ഒന്ന് ദയേലത്തെ ദ എന്നാണ്. പിദഥേ എന്നുള്ളത് ധനം എന്നുള്ളതിൻ്റെ നന്നായിട്ട് ഊന്നി പറയണം. ശിലാഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശിലാഭി ത്വയ അത് ചേർത്ത് ചൊല്ലുമ്പോൾ ശിലാഭിസ്ത്വയ എന്നും കൂടി വരും. ച ബുദ്ധ്വ ത്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വ നവള ചിഹ്നം ദീർഘം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. പരിമർദിത അഭൂത് ചേർത്തിട്ട് പരിമർദിതോ ഭൂത്. മർദിത ദി എന്നുള്ളത് ദ എന്ന് ഡബിളായിട്ടാണ്. മദ്ദളം എന്നൊക്കെ ഉള്ള പോലെ മെല്ലെ ഊന്നി പറയണം. അഭൂത് എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദഥേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ഭൂത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഏവം വിധൈശ്ചാദ്ഭുതകേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം രജസ്യ പദേ പദേ നൂതനയന്നസീമം പരാത്മരൂപിൻ പവനേശപായ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഏവം വിധൈശ്ചാദ്ഭുത കേളിഭേദൈർ ആനന്ദമൂർച്ഛാം അതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പവനേശ പായാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പരമാത്മരൂപിൻ പരമാത്മസ്വരൂപ, പവനേശ ഗുരുവായൂരപ്പ, ഏവം വിധൗ ഇപ്രകാരമുള്ള, അദ്ഭുത കേളിഭേദൈ ആശ്ചര്യകരങ്ങളായ പല ക്രീഡകൾ കൊണ്ട്, വ്രജസ്യ ഗോകുലത്തിൽ, അതുലാം അതുല്യമായ, ആനന്ദമൂർച്ഛാം ആനന്ദാധിക്യം, പദേ പദേ അടിക്കടി, അസീമം അതിരില്ലാതെ, നൂതനയൻ പുതുക്കുന്ന അവിടുന്ന്, പായ എന്നെ രക്ഷിക്കണേ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഏവം വിധൈശ്ചാദ്ഭുത വിധൈ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ശ്ച എന്നുള്ളത് ശ് ചാന്ന് ചേർത്തിട്ടാണ് ശ്ചാന്ന്. അദ്ഭുത ത് ഭ എന്ന് ചേർത്തിട്ട് ഭു അദ്ഭുത അങ്ങനെ എഴുതിയിരിക്കുന്നത്. കേളി ഭേദൈർ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം.
കേളിഭേദൈർ എന്നവിടെ വിട്ടു ചൊല്ലുകയാണെങ്കിൽ പിന്നെ ആനന്ദ എന്നങ്ങനെ വരും. ആനന്ദ എന്ത് എന്നുള്ളത് ദ എന്നാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ കേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം അങ്ങനെ വരും ചേർത്ത് ചൊല്ലുമ്പം. മൂർച്ഛാം എന്നുള്ളതിൻ്റെ ഛ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. അതുലാം അത് ചേർത്തിട്ടാണ്. ആനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം ചേർത്തിട്ടാണ്. നൂതനയന്നസീമം. പരമാത്മരൂപിൻ ഇവിടെ അതേപോലെ മ എന്നുള്ളത് എന്ന് ചേർത്തിട്ടാണ്. പരാത്മരൂപിൻ പവനേശ പായാ നീട്ടിയിട്ട് വിസർഗം. ഏവം വിധൈശ്ചാദ്ഭുത കേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്നസീമം പരാത്മരൂപിൻ പവനേശ പായാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.